ഗുഡ് മോർണിംഗ് ടു ഓൾ. പേജ് നമ്പർ 186. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. സോ ഈ ഒരു മൊഡ്യൂളിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്നും പർച്ചേസ് കൺസിഡറേഷൻ അസർട്ടൈൻ ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ അസർട്ടൈൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണ് പഠിച്ചത്, ലംസം മെത്തേഡും നെറ്റ് അസറ്റ് മെത്തേഡും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡായ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. സോ എന്താണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് net payment method, purchase consideration is to be ascertained by adding the various payment made to shareholders, both equity and preference shareholders, to transferred company in the form of equity share, preference share, cash and other securities. എന്താണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വേരിയസ് പേയ്മെൻറ്റ്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വേരിയസ് പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്താണ് പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവാം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാകാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാകാം. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫറർ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വേരിയസ് പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പല ഫോംസിലുള്ള കാര്യങ്ങൾ, വേരിയസ് ഫോംസിലാണ് അത് ആഡ് ചെയ്തെന്നാണ് പറയുന്നത്. സോ ഏതൊക്കെ ഫോമിലായിരിക്കാം എന്നാണ് പറയുന്നത്? ഇനി ഇക്വിറ്റി ഷെയർ ആയിട്ടായിരിക്കാം കൊടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർ ആയിട്ടാവാം, ക്യാഷ് ഓർ അതർ സെക്യൂരിറ്റീസ്. സോ സിമ്പിളായിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു മീനിങ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് പറയുവാണെങ്കിൽ എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി ഇക്വിറ്റി ഷെയറിൻ്റെയും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ആയിട്ടും ക്യാഷ് ആയിട്ടും സെക്യൂരിറ്റീസും ഒക്കെ ആയി കൊടുക്കുന്ന വേരിയസ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്താണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫെയർ വാല്യൂ, അഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ്സിൽ നിന്നും അഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റി ലെസ് ചെയ്യുവാണ്. ഇവിടെ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി ഇക്വിറ്റി ഷെയർ ആയിട്ടും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ആയിട്ടും ക്യാഷ് ആയിട്ടും സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ടും പല ഫോംസിൽ കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So accounting standard 14 clearly state that payment made to debenture holder of transferor company and liquidation expenses of the transferor company are not considered while calculating purchase consideration. എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വേരിയസ് പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഇവിടെ സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത് എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ട്രാൻസ്ഫർ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സോ അതുപോലെ തന്നെ ട്രാൻസ്ഫർ കമ്പനിയുടെ ലിക്വിഡേഷൻ എക്സ്പെൻസോ, ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പം കൺസിഡർ ചെയ്യത്തില്ല. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് only the payment made the transferor company by the transferee company, not the assets and liabilities of transferor company. അതായത് ഇത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയാൻ കാരണം ഇതാണ്. ഇവിടെ എന്താണ്? ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത്. അല്ലാതെ ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സോ ലയബിലിറ്റീസോ ഒന്നും ഇവിടെ എന്താണ്? കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് it is assumed that payment is made for the net asset received by the transferee company. ഓക്കെ, അപ്പം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഇക്വിറ്റി
ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ആയിട്ടും പ്രിഫറൻസ് ഷെയർ ആയിട്ടും ക്യാഷ് ആയിട്ടും സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന പല ഫോംസിൽ കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്താണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അതുപോലെ തന്നെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ലിക്വിഡേഷൻ എക്സ്പെൻസോ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റോ ഒന്നും ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇല്ലൂസ്ട്രേഷൻ 3, AB ലിമിറ്റഡ് അക്വയേഴ്സ് ദ ബിസിനസ് ഓഫ് PQ ലിമിറ്റഡ്. അതായത് ഇവിടെ എന്താ പറയുന്നത്, AB ലിമിറ്റഡ് PQ ലിമിറ്റഡിൻ്റെ ബിസിനസ് അക്വയർ ചെയ്തു അല്ലേ. അപ്പം ഇവിടെ ആരാണ് ട്രാൻസ്ഫറർ കമ്പനി, ആരാണ് ട്രാൻസ്ഫറി കമ്പനി? AB ലിമിറ്റഡ് ആണ് അക്വയർ ചെയ്യുന്നത് PQ ലിമിറ്റഡിൻ്റെ ബിസിനസ്. സോ AB ലിമിറ്റഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറി കമ്പനിയും PQ ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫറർ കമ്പനിയുമാണ്. ഫോർ വിച്ച്, അതിനു വേണ്ടി AB ലിമിറ്റഡ് പേയ്സ് 10 lakhs in equity share of ₹10 each, 7 lakh in 15% debentures of AB Limited and 4,15,000 in cash. അതായത് PQ ലിമിറ്റഡിനെ AB ലിമിറ്റഡ് ഏറ്റെടുത്തപ്പോൾ AB ലിമിറ്റഡ് അതിന് പകരമായി PQ ലിമിറ്റഡിന് കൺസിഡറേഷൻ കൊടുത്തത് വേരിയസ് ഫോംസ് ഓഫ് പേയ്മെൻറ്റ്സ് ആയിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് 10 ലക്ഷം രൂപയുടെ 10 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർ കൊടുത്തു. ദെൻ അടുത്തത് എന്താണ്, AB ലിമിറ്റഡിൻ്റെ 15% ഡിബഞ്ചർ 7 ലക്ഷം രൂപയുടെ കൊടുത്തു. ദെൻ 4,50,000 രൂപ എന്താണ്, ക്യാഷ് ആയിട്ടും. സോ ക്രെഡിറ്റേഴ്സ് ഫോർ 19,000 ആൻഡ് employee security deposit 15,000 are also assumed by AB Limited. Calculate purchase consideration. അതുപോലെ തന്നെ എന്താണ്, AB Limited എന്താണ്, ക്രെഡിറ്റേഴ്സിന് 9,000 രൂപയും എംപ്ലോയി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 15,000 രൂപയും എന്താണ് പേ ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി കൊടുക്കുന്ന പേയ്മെൻറ്റ്സ്, അതായത് അതിനകത്ത് ഷെയർ ആവാം, പ്രിഫറൻസ് ഷെയർ ആവാം, ഇക്വിറ്റി ഷെയർ ആവാം, സെക്യൂരിറ്റീസ് ആവാം, ക്യാഷ് ആവാം. ബട്ട് എന്താ, അസറ്റ്സോ ലൈബിലിറ്റീസോ ഒന്നും അവിടെ കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റും അല്ലെങ്കിൽ എംപ്ലോയീസിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുന്ന ഈ 2 എമൗണ്ടും എന്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ ഏതൊക്കെയാണ് പല ഫോംസിൽ കൊടുത്തിട്ടുള്ളത്, 10 lakh rupees ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുത്തു, 7 ലക്ഷം രൂപ ഡിബഞ്ചർ ആയിട്ട് കൊടുത്തു, 4,50,000 രൂപ എന്താണ് ക്യാഷ് ആയിട്ട് കൊടുത്തു. സോ ഈ 3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 21,15,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തുകൊണ്ടാണ് ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ 15,000 എംപ്ലോയി സെക്യൂരിറ്റി ഫണ്ടും എടുക്കാത്തതെന്ന് പറയുന്നുണ്ട്. സോ AB ലിമിറ്റഡ് അസ്യൂംഡ് ആൻഡ് പെയ്ഡ് ക്രെഡിറ്റേഴ്സ് 90,000 ആൻഡ് എംപ്ലോയി സെക്യൂരിറ്റി fund 15,000 is not considered since it is not paid to shareholders. എന്തുകൊണ്ടാണ് ഈ 15,000 രൂപ എംപ്ലോയി സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലേക്കാണ് പേ ചെയ്തത്, അതുപോലെ തന്നെ 9,000 രൂപ ക്രെഡിറ്റേഴ്സിനാണ് പേ ചെയ്തത്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ എടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം ഏതൊക്കെ ടൈപ്പ് പേയ്മെൻ്റ് ആണ് എടുക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഇവിടെ എന്താണ്, ക്രെഡിറ്റേഴ്സിന് കൊടുത്തതോ എംപ്ലോയി സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലേക്ക് പോയതോ ഒന്നും അവിടെ കൺസിഡർ ചെയ്യത്തില്ല. സോ ഇതാണ് ഇല്ലൂസ്ട്രേഷൻ 1 പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് മേ ബി ഒരു ഡൗട്ട് തോന്നാവുന്നത്, ഡിബഞ്ചേഴ്സ് എന്തുകൊണ്ട് എടുത്തു എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഡൗട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളിവിടെ പറയുന്നത് എന്താണ്, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ ലിക്വിഡേഷൻ എക്സ്പെൻസോ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഡിബഞ്ചറിൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ ഒരു ഫോമാണ്. അതായത് സെക്യൂരിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ ഷെയർ ആയിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡിബഞ്ചറായിട്ട് 4,50,000 രൂപ ക്യാഷ് ആയിട്ട്. ഇതെല്ലാം എന്താണ്, ഈ പറയുന്ന 3 കാര്യങ്ങളും ട്രാൻസ്ഫറർ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് ആണ്. സോ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്.
സോ അടുത്തത് ഇലൂസ്ട്രേഷൻ 4 നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് നോക്കാം. ഗിവൺ ബിലോ at the extract from the balance sheet of Axis Limited as at 31/3/2018. എന്തൊക്കെ കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, എമൗണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളുക. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ്, ഡിബെഞ്ചർ, കറണ്ട് ലയബിലിറ്റി, ടാൻജിബിൾ, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. സോ എമൗണ്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ഡെനാ ലിമിറ്റഡ് അബ്സോർബ് ആക്സിസ് ലിമിറ്റഡ്. അപ്പോൾ ആക്സിസ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിലെ വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. ആക്സിസ് ലിമിറ്റഡിനെ ഡെനാ ലിമിറ്റഡ് അബ്സോർബ് ചെയ്തു. സോ ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത് ഡെനാ ലിമിറ്റഡും ആക്സിസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയുമാണ്. ആ ഡേറ്റിൽ ഈ ആക്സിസ് ലിമിറ്റഡിനെ ഡെനാ ലിമിറ്റഡ് ഏറ്റെടുക്കുമ്പം താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ടേംസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് 10% ഡിബഞ്ചേഴ്സ് ഓഫ് ആക്സിസ് ലിമിറ്റഡ് ആർ ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ദ ഡെനാ ലിമിറ്റഡ് ബൈ ഇഷ്യൂയിങ് നമ്പർ ഓഫ് ഇറ്റ്സ് 15% ഡിബഞ്ചർ ഓഫ് ₹100 each so as to maintain the same amount of interest. സോ എന്താ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്? ആക്സിസ് ലിമിറ്റഡിലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻ്റ് ആണ് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഡിസ്ചാർജ് ചെയ്തത് ഡെനാ ലിമിറ്റഡ് എങ്ങനെയാണ്? 15% ഡിബഞ്ചർ ഓഫ് ₹100 each. 10% ഇൻട്രസ്റ്റ് റേറ്റുള്ള ഡിബഞ്ചറിനെ 15% ഇൻട്രസ്റ്റ് ഉള്ള ₹100 ഡിബഞ്ചർ കൊടുത്ത് ഡെനാ ലിമിറ്റഡ് ഡിസ്ചാർജ് ചെയ്തു. ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കത്തില്ല. കാരണം എന്താണ്? ഈ ഒരു എമൗണ്ട്, അതായത് 15% ഡിബഞ്ചർ ഓഫ് ₹100, അതായത് ₹100 15% ഡിബഞ്ചർ ഡെനാ ലിമിറ്റഡ് ആക്സിസ് ലിമിറ്റഡിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്തതാണ്. നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫറി കമ്പനി, അതായത് ഡെനാ ലിമിറ്റഡ് ട്രാൻസ്ഫർ കമ്പനി, അതായത് ആക്സിസ് ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻ്റ് ആണ്. സോ ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. ദെൻ 11% പ്രിഫറൻസ് ഷെയർ ഓഫ് ആക്സിസ് ലിമിറ്റഡ് ആർ ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ഡെനാ ലിമിറ്റഡ് ബൈ ഇഷ്യൂയിങ് ഇക്വാലൻറ്റ് നമ്പർ ഓഫ് 30% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 each അറ്റ് ₹150 each. എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സിസ് ലിമിറ്റഡിൻ്റെ 11% പ്രിഫറൻസ് ഷെയർ കണ്ടോ, ₹100 11% പ്രിഫറൻസ് ഷെയർ ഡെനാ ലിമിറ്റഡ് എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്തത്? 13% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച് അറ്റ് ₹150. അതായത് ₹100 അല്ലെങ്കിൽ ₹100 വിലയുള്ള 13% പ്രിഫറൻസ് ഷെയർ 150, ഒരു ₹100 ഒരു ഷെയറിന് ₹150 കൊടുത്താണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ദെൻ അടുത്തത് പറയുന്നത്, അപ്പോൾ എന്താണ് ഇത്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത, ട്രാൻസ്ഫറർ കമ്പനിയിലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻ്റ് ആണ്. സോ ഇതെന്താണ്? നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പേയ്മെൻറ്റ് നമ്മൾ എടുക്കും. സോ ഇനി ഡെനാ ലിമിറ്റഡ് shall issue 4 equity shares of ₹10 each at ₹30 for each equity share in the Axis Limited. എന്താണ്? ആക്സിസ് ലിമിറ്റഡിലെ ഒരു ഇക്വിറ്റി ഷെയറിന് പകരം ഡെനാ ലിമിറ്റഡ് എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു? 4 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. അതായത് ആക്സിസ് ലിമിറ്റഡിൻ്റെ ₹10, അതായത് കണ്ടോ, ഡെനാ ലിമിറ്റഡ് ഷാൽ ഇഷ്യൂ 4 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് ₹30 ഈച്ച് ഫോർ ദ ഇക്വിറ്റി ഷെയർ ഇൻ ദ ആക്സിസ് ലിമിറ്റഡ്. ആക്സിസ് ലിമിറ്റഡിലെ ഒരു ഇക്വിറ്റി ഷെയറിന് പകരം ഡെനാ ലിമിറ്റഡ് ₹10 ഇക്വിറ്റി ഷെയർ ₹30 കൊടുത്തു, പേ ചെയ്തു. ദെൻ ലാസ്റ്റ് ഡെനാ ലിമിറ്റഡ് ഷാൽ പേ ദ കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ₹10,000. അപ്പോൾ എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ്? ₹10,000 ഡെനാ ലിമിറ്റഡ് പേ ചെയ്തു. അതും എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ട്രാൻസ്ഫറർ കമ്പനിയുടെ, അതായത് ആക്സിസ് ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് ഇതും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. സോ BC ഈ 2 പോയിൻറ്റ്സ്, BC അല്ല സോറി 2-3 പോയിൻറ്റ്സ്, പോയിൻറ്റ് നമ്പർ 2ഉം പോയിൻറ്റ് നമ്പർ 3യുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ. കാരണം ഇത് രണ്ടും മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന്, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ്. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
11% പ്രിഫറൻസ് ഷെയറിന് പകരം എന്താണ് 13% പ്രിഫറൻസ് ഷെയർ ഹോൾഡർ പ്രിഫറൻസ് ഷെയർ 100 രൂപയുടെ ഷെയർ 150 രൂപയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലേ. സോ എത്രയായിരുന്നു ഉള്ളത് ആക്സിസ് ലിമിറ്റഡിലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പോൾ 2 lakh ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 lakh ആണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് 100 ആണ്. അപ്പം 100 രൂപയുടെ ഒരു ഷെയർ 150 രൂപയ്ക്ക് കൊടുത്തു. അപ്പം എത്രയാ നമ്പർ ഓഫ് ഷെയർ 100 രൂപയുടെ ഷെയർ എത്രയുണ്ടെന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം 2 lakh ഡിവൈഡഡ് ബൈ 100 ദാറ്റ് മീൻസ് 2 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും 2000. അപ്പോൾ 2000 ആണ് പ്രിഫറൻസ് ഷെയറിൻ്റെ എണ്ണം. അപ്പോൾ 2000 ഷെയർ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അതിൽ ഒരു ഷെയറിന് 150 രൂപ വീതമാണ് ആക്സിസ് ലിമിറ്റഡിന് ഡെന ലിമിറ്റഡ് പേ ചെയ്തത്. സോ 2000 × 150 എന്ന് പറയുമ്പോൾ എത്രയാണ് 3 lakh. സെക്കൻഡ് ഇക്വിറ്റി ഷെയറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഡെന ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തു 4 ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച് at 30 for each equity share in the ആക്സിസ് ലിമിറ്റഡ്. ആക്സിസ് ലിമിറ്റഡിലെ ഒരു ഇക്വിറ്റി ഷെയറിന് പകരം 4 ഇക്വിറ്റി ഷെയർ 30 രൂപയുടെ 4 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പം ആക്സിസ് ലിമിറ്റഡിൽ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയണം അല്ലേ. സോ മൊത്തം എത്രയാണ് 7,50,000 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഒരു ഷെയറിന് 100 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു 7,15,000 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് 7,500 ഷെയർസ് ആണുള്ളത്. 7,500 ഷെയറിൽ ഒരു ഷെയറിന് പകരം 4 ഷെയർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം 7,500 × 4 × എത്ര രൂപയ്ക്കാണ് 30 രൂപയ്ക്ക്. സോ എത്രയാണ് വരുന്നത് 9 lakh rupees ആണ് വരുന്നത്. ദെൻ എന്താണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കാരണം വേരിയസ് പേയ്മെൻറ്റ്സ് ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ്സ് ആഡ് ചെയ്യുക. ഒന്ന് ഇക്വിറ്റി ഷെയർ ആയിട്ടും പ്രിഫറൻസ് ഷെയർ ആയിട്ടും. സോ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 12 lakh rupees ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ കമ്പനി കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ്. അപ്പം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ് 12 lakh rupees ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റും കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷനും എന്താണ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പ്രകാരം എന്താണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കത്തില്ല. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.